ഫോണാണ് ഇഷ്ടം. ഫോൺ എടുക്കണ്ട. ഹൈഫൈ കൊടുക്ക ഋഷി. ഹൈഫൈ ഹൈഫൈ. ആ അതെ, ഹൈഫൈ തരുന്ന കണ്ടോ? ആ ഹൈഫൈ. ഓ നമസ്കാരം. ഇന്ന് വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മൾ സഫാരിയുടെ എറണാകുളം ഓഫീസിൽ നമുക്ക് പോകാൻ സാധിച്ചു. അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാർ. ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് ഫാമിലി ആയിട്ട് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നേരം ഞാൻ ഇന്ന് എറണാകുളത്തുണ്ട്, ഓഫീസിലോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി ഞാൻ വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെല്ലാം മറന്നുപോയി എന്നുള്ളതാണ്. അവിടെ ചെന്നു. അവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ അവിടെ മറ്റേ മീഡിയ സ്റ്റുഡൻസ് ഉണ്ട്, മീഡിയ കോഴ്സുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിന് മുമ്പിൽ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ സംസാരിച്ചത് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ക്ലാസ്സിനൊക്കെ പിന്നീട് വരും. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഫാമിലിയായിട്ട് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിന് എറണാകുളത്തുണ്ട്, അന്നേരം ഇവിടെ വന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ജസ്റ്റ് ഒന്ന് കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ രണ്ടാമത്തെ തവണയാണ് ശരിക്കും അദ്ദേഹത്തെ നേരിട്ട് ഇപ്പോൾ കാണുന്നത്. ഫസ്റ്റ് ടൈം കണ്ടത് പണ്ട് കുറേ നാൾ മുമ്പ് കണ്ണൂർ വെച്ചിട്ടാണ്. എന്തായാലും ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. വന്ന് കാണാൻ സാധിച്ചതിലും നിങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നു എന്ന് കണ്ടതിലും സന്തോഷമുണ്ട്. എന്താ പറയുക, ഐ എം നോട്ട് ഗെറ്റിംഗ് വേർഡ്സ് ടു സേ സംതിങ്. ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ നിങ്ങളെല്ലാവരും പ്രൗഡായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നതിലും നിങ്ങളെ കണ്ടതിലും എനിക്കും സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിലും വളരെയധികം സന്തോഷം. കാരണം എൻ്റെ അമ്മ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നാളെ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, പണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മണി സമയത്ത്, 10 മണിക്ക് 10:30 അല്ലേ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏഷ്യാനെറ്റിൽ ആ പരിപാടി കണ്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഒരുമാതിരി എല്ലാ മലയാളികളും നമ്മൾ കണ്ട് ശീലിച്ച, ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ കണ്ട് ശീലിച്ച ആ ഒരു വ്യക്തി. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ പരിപാടിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കാണാനായിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുമെന്ന്. എവിടെയെങ്കിലും ഒരു ചിലപ്പോൾ ഹോട്ടലിൽ ഇരിക്കുമ്പോഴോ അല്ല ട്രെയിനിലിരിക്കുമ്പോഴോ കണ്ണാടി കൂടെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വല്ലപ്പോഴും കാണും. അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. അപ്പോൾ അന്നിങ്ങനെ ആ ഒരു മുഖം കാണാനായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് കൊണ്ട് നടന്നിരുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഒരു വലിയ ഫാക്ടറായിരുന്നു. പിന്നീടിപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് സാറ്. എന്തായാലും സന്തോഷമുണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ ആണെങ്കിലും യാത്ര ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലൊക്കെ വീഡിയോകൾ ചെയ്യാനും ഒക്കെ പ്രേരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. പലരെയും പലതരത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് എന്നോട് പറഞ്ഞിരുന്ന അവസാനം ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വരാൻ സാധിക്കട്ടെ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. IIM വരെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ, കോഴിക്കോട്. അപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ആകെ നെർവസ് ആയിരുന്നു. പിന്നെ ഋഷിക്കുട്ടിന് എന്ത് കളിയായിരുന്നല്ലേ? ഋഷിക്കുട്ടിന് അവിടെ ഭയങ്കര കളിയായിരുന്നു. അവിടെ ഓഫീസിൽ അവിടെ താഴെ ഇരുന്ന് കസേരകളൊക്കെ നിരക്കി സന്തോഷ് സാറിന് പോയിട്ട് ഷെയ്ക്കാനൊക്കെ കൊടുത്തു, ഹൈഫൈ ഒക്കെ കൊടുത്തു. എന്തായാലും അതും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ കാര്യപ്പെട്ട വീഡിയോസ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എപ്പോഴെങ്കിലും അദ്ദേഹത്തിനൊപ്പം നല്ല നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. ഷെയ്ക്ക് ഹൈഫൈ കൊടുക്ക ഋഷി. ഹൈഫൈ കൊടുക്ക. ഫോണാണ് ഇഷ്ടം. ഫോൺ എടുക്കണ്ട. ഹൈഫൈ കൊടുക്ക ഋഷി. ഹൈഫൈ. ആ അതെ, ഹൈഫൈ തരുന്ന കണ്ടോ? ആ ഹൈഫൈ. ഓ